എവ്രിവൺ, ഇന്ന് നമ്മൾ എഡിൻബ്ര തിരിച്ച് സ്കോട്ട്ലൻഡിൻ്റെ ഹൈലൻഡ് ആയിട്ടുള്ള ലോക്നെസ് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്ന വഴി കുറേ സ്പെഷ്യൽ സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ബസ് ട്രിപ്പ് എടുത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ബസ് ഇൻസ്ട്രക്ടറും ഉണ്ടായിരുന്നു, ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളും അത് കേൾക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. Honestly, they are. And look how detailed they are, guys. The Scottish Government wonder why there's so many accidents down here. Guys, that is the White Corrie mountain up there, otherwise known as the Glencoe Ski Centre. Now, yes, it does snow up here in the Highlands, guys. Over to your left, guys, this is not the Harry Potter Bridge. Gone fishing. Now this is the beautiful Glen Ogle Viaduct Bridge. This was once part of the beautiful Caledonian Railway line that took you from Edinburgh all the way into the Highlands of Scotland. Nowadays it's a cycle and a walking path. പൊള്ളിയല്ലേ, അന്ന് അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ലല്ലോ. സോ ദ വ്യൂസ് ആർ ഓൾസോ ഗുഡ്. ഒരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു. ബസ്സിൽ ഇരുന്ന് നമ്മൾക്ക് ഇങ്ങനെ കേട്ടുകൊണ്ട് പോകാനൊരു രസമായിരുന്നു. നമ്മൾ ലോക്നെസ്സിലെത്തി. അവിടെ ഒരു ബോട്ട് ട്രിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പേ ചെയ്തതാണ്. ആൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബോട്ട് ട്രിപ്പ്. പല കാര്യങ്ങളും, അതായത് നമ്മൾ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ. ഞാൻ ലോക്നെസ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് ഈ ബോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരാളുണ്ട്, ലോക്നെസ് മോൺസ്റ്റർ, നമ്മുടെ നെസ്സി. പക്ഷെ പുള്ളീനെ കണ്ടു കിട്ടിയില്ല, ആർക്കും കണ്ടു കിട്ടാൻ വഴിയില്ല. ബട്ട് ഞാൻ കുറേ തപ്പിയായിരുന്നു, ബട്ട് കിട്ടിയില്ല. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ പറയാം. ബോട്ട് ട്രിപ്പൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു. പക്ഷെ തിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ വണ്ടി നിർത്തി തരും നമുക്ക് വ്യൂസ് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും. ഈ കാണുന്നത് കാര്യമാക്കേണ്ട, അതൊരു ചെറിയ ഭ്രാന്താണ്. കല്ല് കണ്ടപ്പോൾ എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നത്, വെറുതെ കിടന്ന് തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ എൻ്റെ കെട്ടിയവൻ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചു വന്നപ്പോൾ സ്കോച്ച് ഐസ്ക്രീം എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിൻ്റെ ഹൈലൻഡ്സിലൊരു സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വണ്ടി നിർത്തിയായിരുന്നു സ്കോച്ച് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട്. മസ്റ്റ് ട്രൈ ആണ്. ബേസിക്കലി സ്കോച്ച് കോർണർ എന്ന് പറയുന്ന പ്ലേസിൽ നിന്നാണ് നമ്മളത് കഴിച്ചത്. അടിപൊളി ഐസ്ക്രീമാണ്. ചെറുതായിട്ടൊരു മത്ത് വരും ഐസ്ക്രീമിനകത്ത് സ്കോച്ച് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട്. ബട്ട് ഇറ്റ് വാസ് റിയലി ഫൺ. അപ്പോൾ ശരി, ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ശുഭദിനം. ബൈ.